സോ ഞാൻ ഉൾപ്പെടെ പല റിവ്യൂവർമാരും യൂട്യൂബിൽ സ്മാർട്ട് ഫോൺസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ സ്മാർട്ട് ഫോണിൽ WIDEVINE L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് HD അല്ലെങ്കിൽ HDR കോണ്ടന്റ് ആസ്വദിക്കാനായിട്ട് പറ്റും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ എന്താണ് ഈ ഒരു L1 സർട്ടിഫിക്കേഷൻ? എന്താണ് WIDEVINE? WIDEVINE എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ റൈറ്റ്സ് മാനേജ്മെന്റ് ആണ്. ഡിജിറ്റൽ റൈറ്റ്സ് മാനേജ്മെന്റ് അല്ല, അതെന്ത് തന്നെയാ? സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണുവാണെങ്കിൽ ഏതൊരു വ്യക്തിനെ നിങ്ങളോട് എന്താണ് L1 എന്ന് ചോദിച്ചാൽ പച്ചവെള്ളം പോലെ പറയാൻ പറ്റും. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാലോ, ഈ സിനിമകൾ, ഡോക്യുമെന്ററീസ്, പാട്ടുകൾ ഇവയെല്ലാം കോപ്പി റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കോണ്ടന്റുകൾ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വേറെ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ക്യാപ്ചർ ചെയ്ത് വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യുകയോ എന്ന് ചെയ്യുന്നതൊക്കെ ഇല്ലീഗലാണ്. ഇതിനെ ഒറ്റ വാക്കിൽ നമ്മൾ പൈറസി എന്ന് പറയും. പക്ഷെ കോവിഡ് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടൊരു കാര്യമാണ് സിനിമകളെല്ലാം OTT റിലീസ് ചെയ്യുന്നു. അതായത് നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം പോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകളിൽ സിനിമകൾ റിലീസ് ചെയ്യുന്നു. അങ്ങനെ സിനിമകൾ റിലീസ് ചെയ്യാനായിട്ട് ഈ OTT പ്ലാറ്റ്ഫോംസ് എല്ലാം സിനിമകളൊക്കെ ഉണ്ടാക്കിയവരിൽ നിന്നും റൈറ്റ്സ് മേടിക്കണം. അഥവാ ഞങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കിയ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഇതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് വഴി അവിടെ സംഭവിക്കുന്നത് ഒരു കോപ്പി റൈറ്റ് വയലേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം പോലെയുള്ള OTT പ്ലാറ്റ്ഫോംസിൽ നിന്നും നിങ്ങൾ സിനിമകളൊക്കെ കാണുവാണെങ്കിൽ ആ സിനിമ കാണുമ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയോ അത് ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ളവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിജിറ്റൽ മാനേജ്മെന്റ് റൈറ്റ്സിൽ WIDEVINE ടെക്നോളജി കൊണ്ടുവന്നത്. ഈ ടെക്നോളജി വഴി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ എന്തൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും? കുറച്ച് എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ, ഒരേ സമയത്ത് ഒരേ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര പേരാണ് സൈമിൾട്ടേനിയസ്ലി കണ്ടുകൊണ്ടിരിക്കുന്നത്, എത്ര മണിക്കൂറാണ് ടോട്ടലി ആ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ വീഡിയോസ് എല്ലാം കണ്ടത്, ആൻഡ് അതിൽ നിങ്ങളൊരു സിനിമ കാണുവാണെങ്കിൽ ആ ഒരു സിനിമ എത്ര പ്രാവശ്യം നിങ്ങൾ കണ്ടു. ഈ കാണുന്നതിനിടയ്ക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രിവെന്റ് ചെയ്യുക. ചില പെർട്ടിക്കുലർ IP അഡ്രസ്സുകളിൽ അല്ലെങ്കിൽ ലൊക്കേഷനുകളിൽ അല്ലെങ്കിൽ ഡിവൈസുകളിൽ ചില കോണ്ടന്റുകളെല്ലാം റെസ്ട്രിക്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം സഹായിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു WIDEVINE ടെക്നോളജി. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഒരു WIDEVINE വർക്ക് ചെയ്യുന്നത്? പ്രധാനമായിട്ടും 3 സ്റ്റെപ്പുകളാണ് ഈ ഒരു WIDEVINE ഉള്ളത്. ഒന്നാമത്തേത് നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം പോലെയുള്ള പ്രൊവൈഡേഴ്സ് എല്ലാം അവിടെ നിന്ന് വീഡിയോ അയക്കുമ്പോൾ ആ അയച്ചു വരുന്ന വീഡിയോ എൻക്രിപ്റ്റഡ് ആയിരിക്കും. സോ ആ ഒരു എൻക്രിപ്ഷൻ നമ്മുടെ ഡിവൈസിൽ വരുമ്പോൾ അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാനും നിങ്ങൾ കാശ് കൊടുത്തിട്ട് അക്കൗണ്ട് എടുത്തിരിക്കുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള യൂസർ ആണോ എന്നറിയാനുള്ള ലൈസൻസ് കീ വെരിഫൈ ചെയ്യാനും, ഈ വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം ആ ഒരു വീഡിയോ എങ്ങനെയാണോ അവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തത് അതേ രൂപത്തിലേക്ക് വീഡിയോ പ്രോസസ്സ് ചെയ്ത് തിരിച്ച് പഴയ ഫോമിൽ കൊണ്ടുവരാനും, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു WIDEVINE ടെക്നോളജി ചെയ്യുന്നത്. ആൻഡ് ഒരിക്കൽ ഡേറ്റ ഈ OTT പ്രൊവൈഡർമാർ അവരുടെ കയ്യിൽ നിന്നും അയച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഡിവൈസിൽ വരുമ്പോൾ അവർക്ക് നമ്മുടെ ഡിവൈസിൽ കൺട്രോളുകളൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് ആ കൺട്രോളുകൾ കിട്ടാനും കൂടിയാണ് ഈ ഒരു WIDEVINE ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. WIDEVINEൽ 3 ലെവൽ സെക്യൂരിറ്റീസ് ഉണ്ട്: L1, L2, L3. ഇതിൽ L1 ആണ് ഏറ്റവും ടോപ്പ് നോച്ച് സെക്യൂരിറ്റി. സോ L1 സർട്ടിഫിക്കേഷൻ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ കിട്ടണമെങ്കിൽ ഈ ആദ്യം പറഞ്ഞ എൻക്രിപ്ഷനും ലൈസൻസ് കീ വെരിഫിക്കേഷനും വീഡിയോ പ്രോസസിംഗും എല്ലാം നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ ഉള്ളിലുള്ള പ്രോസസറിന്റെ ഉള്ളിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വേണം നടക്കാനായിട്ട്. ആ സ്ഥലത്തിനെ നമ്മൾ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവറോൺമെന്റ് എന്ന് പറയും. നിസാരമായ വാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഒന്നും ഇൻവോൾവ് ആവില്ല, നിങ്ങളുടെ പ്രോസസറിന്റെ ഉള്ളിലൊരു ചിപ്പ് അഥവാ ഒരു ഹാർഡ്വെയർ അതിനകത്ത് പ്രോസസിംഗ് ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വേറെ സോഫ്റ്റ്വെയറുകൾക്കൊന്നും അതിനിടയിൽ കയറി സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു സെക്യൂരിറ്റി എൻവറോൺമെന്റ്. സോ നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിലെ പ്രോസസർ അതൊരു ARM ആർക്കിടെക്ചറിലാണെങ്കിൽ Cortex A ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രോസസറിന്റെ ഉള്ളിൽ ഒരു ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവറോൺമെന്റ് അല്ലെങ്കിൽ TEE ഉണ്ടാവും. സോ ചുരുക്കി പറഞ്ഞാൽ എല്ലാ സ്റ്റെപ്പുകളും നിങ്ങളുടെ പ്രോസസർ അഥവാ നിങ്ങളുടെ ഫോണിലുള്ള ഹാർഡ്വെയർ മാത്രം ചെയ്യുന്നതിനെയാണ് നമ്മൾ L1 സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഹയസ്റ്റ് സെക്യൂരിറ്റി. ഇനി L2 സർട്ടിഫിക്കേഷൻ ആണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് ഉള്ളതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ എൻക്രിപ്ഷനും ലൈസൻസ് കീ വെരിഫിക്കേഷനും മാത്രം നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ ഉള്ളിലുള്ള പ്രോസസറിൽ നടക്കും. ബാക്കി നിങ്ങളുടെ സോഫ്റ്റ്വെയർ ആയിരിക്കും വീഡിയോ പ്രോസസ്സ് ചെയ്യുന്നത്. അല്ല L3 സർട്ടിഫിക്കേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ ഉള്ളിലുള്ള പ്രോസസറിൽ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവറോൺമെന്റ് ഇല്ല, അതുകൊണ്ട് ഹാർഡ്വെയറിന് പ്രോസസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് മുഴുവൻ പരിപാടിയും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അതിന് നമ്മൾ L3 എന്ന് പറയുന്നു. അതാണ് ലോവസ്റ്റ് സെക്യൂരിറ്റി. നിങ്ങൾ കമ്പ്യൂട്ടറിലൊക്കെ ക്രോം ബ്രൗസറിലൊക്കെ വീഡിയോസ് ഒക്കെ കാണുവാണ് എന്നുണ്ടെങ്കിൽ അത് ഡീഫോൾട്ട് ആയിട്ട് വരുന്നൊരു സെക്യൂരിറ്റി ലെവലാണ് L3. L3യിലാണെങ്കിൽ നിങ്ങൾക്ക് 480p കോണ്ടന്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. 1080p ഒന്നും അല്ലെങ്കിൽ HD കോണ്ടന്റ് ഒന്നും ആസ്വദിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ ഒരു രസകരമായ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ L1 സെക്യൂരിറ്റി ഒക്കെ കിട്ടാനായിട്ട് ഇതിന്റെ സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്
യാതൊരു കോസ്റ്റും സ്മാർട്ട് ഫോൺ കമ്പനീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ടോട്ടലി ഫ്രീ ആണ്. ഇതിനായിട്ട് ജസ്റ്റ് സ്മാർട്ട് ഫോൺ മാനുഫാക്ചറർ അവരുടെ ഹാർഡ്വെയർ ഈ ഒരു സർട്ടിഫിക്കേഷൻ പാസ്സാകാനുള്ള ടെസ്റ്റിന് വേണ്ടി കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ കുറച്ച് ലീഗൽ അഗ്രിമെന്റുകൾ വെക്കണം, അതേപോലെ കുറച്ച് ലൈബ്രറീസ് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പോലെയുള്ള OTT പ്ലാറ്റ്ഫോംസിന് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്ത് പ്രോപ്പർലി വർക്കിംഗ് ആണ് എന്നൊരു വെരിഫിക്കേഷൻ നടത്തണം. ഇത്ര മാത്രം ചെയ്തു കഴിഞ്ഞാൽ L1 സർട്ടിഫിക്കേഷൻ കിട്ടും. പക്ഷെ പലപ്പോഴും ഇന്നിറങ്ങുന്ന പല ബഡ്ജറ്റ് സ്മാർട്ട് ഫോണുകളിലും L1 സർട്ടിഫിക്കേഷൻ നമ്മൾ കാണാറേ ഇല്ല. L3 സർട്ടിഫിക്കേഷൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. എന്നാൽ ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്ന ഏതൊരു സ്മാർട്ട് ഫോൺ പ്രോസറിൻ്റെ അകത്തും ഈ ഒരു ARM ആർക്കിടെക്ചർ Cortex A ആണെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവറോൺമെൻറ്റ് ഉണ്ട്. സോ അതിൽ നിങ്ങളുടെ L1 സർട്ടിഫിക്കേഷൻ കിട്ടേണ്ടതാണ്. എന്നാൽ അതിൻ്റെ കിട്ടാത്ത കാരണം ഈ ഒരു മാനുഫാക്ചർ എന്തിനാ വെറുതെ ഈ സർട്ടിഫിക്കേഷനൊക്കെ കൊടുത്തിട്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും ബഡ്ജറ്റ് സ്മാർട്ട് ഫോണല്ലേ മേടിക്കുള്ളൂ, വില കൂടിയ ഫ്ലാഗ്ഷിപ്പ് ഒന്നും മേടിക്കില്ലല്ലോ എന്നുള്ളൊരു ബിസിനസ് മൈൻഡിൽ മാത്രം പലരും സർട്ടിഫിക്കേഷൻ ടെസ്റ്റിന് കൊടുക്കാതെ L3 സർട്ടിഫിക്കേഷൻ വെച്ച് സ്മാർട്ട് ഫോൺ ഇറക്കുന്നു. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ സർട്ടിഫിക്കേഷൻ എന്താണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് DRM Info എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് L1 ആണോ L2 ആണോ L3 ആണോ എന്ന് കാണാനായിട്ട് പറ്റും. ഇനി രസകരമായ വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ എൻ്റെ ഫോണിൽ L3 സെക്യൂരിറ്റി ആണ് ഉള്ളത്, പുതിയ സ്മാർട്ട് ഫോൺ ആണ്, ഇത് L1 ആക്കി മാറ്റാനായിട്ട് പറ്റുമോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് പറ്റും. പക്ഷേ എങ്ങനെ? ഈ അടുത്തായിട്ട് എൻ്റെ ഫ്രണ്ട് ഷെയർ ചെയ്ത ഒരു അനുഭവം പറയാം. അദ്ദേഹത്തിൻ്റെ ഫോണിൽ L3 സെക്യൂരിറ്റി ആയിരുന്നു. സോ ഒരു റിയൽമി ഡിവൈസ് ആയിരുന്നു, ARM Cortex Aയിലാണ് വർക്ക് ചെയ്യുന്നത്, എന്നിട്ടും L3 സർട്ടിഫിക്കേഷൻ ആണ് എന്ന് കണ്ട് കസ്റ്റമർ കെയറെ കോൺടാക്ട് ചെയ്ത് ഈ ഒരു വിവരം അറിയിച്ചു. അപ്പോൾ കസ്റ്റമർ കെയറുകാർ അവരുടെ IMEI നമ്പർ, സീരിയൽ നമ്പർ, മോഡൽ നമ്പർ എന്നിങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം മേടിച്ചിട്ട് അവർ തിരിച്ചു പറഞ്ഞത് ഞങ്ങൾ മെയിലിലൂടെ ഒരു APK അയക്കാം, ആ ഒരു APK നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും L1 സർട്ടിഫിക്കേഷൻ കിട്ടുമെന്നാണ്. ആ ഒരു APK വന്നു, ഡൗൺലോഡ് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു, അവരുടെ സ്മാർട്ട് ഫോണിൽ L1 സർട്ടിഫിക്കേഷൻ വന്നു. L1 സർട്ടിഫിക്കേഷൻ വന്നുവെങ്കിൽ ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ പോലെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയപ്പോൾ അതിൽ പിന്നെയും 480p വരെയും കാണാനായിട്ട് പറ്റുന്നുള്ളൂ, HD കാണാൻ പറ്റുന്നില്ല. അപ്പോഴാണ് വേറൊരു കാര്യം അറിഞ്ഞത്, ഈ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള കമ്പനികളെല്ലാം അവരുടെ സൈഡിൽ തന്നെ ഏതൊക്കെ ആൻഡ്രോയിഡ് ഫോണുകളിൽ HD സപ്പോർട്ട് ചെയ്യും, ഏതൊക്കെ ആൻഡ്രോയിഡ് ഫോണിൽ 480 സപ്പോർട്ട് ചെയ്യും എന്നുള്ള ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. സോ ഈ സ്മാർട്ട് ഫോൺ മാനുഫാക്ചർ ചെയ്ത സമയത്ത് അത് നെറ്റ്ഫ്ലിക്സിൻ്റെ കയ്യിൽ ടെസ്റ്റിങ്ങിന് പോയില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു സ്മാർട്ട് ഫോൺ L3 ആണ് എന്നുള്ള രീതിക്കാണ് ഡേറ്റാബേസിൽ നെറ്റ്ഫ്ലിക്സ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇദ്ദേഹം നെറ്റ്ഫ്ലിക്സിൻ്റെ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവരും പറഞ്ഞത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ L3 ആണ്, L1 സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ടാണ് എന്നാണ്. പക്ഷേ തിരിച്ച് ഈ ഒരു L1 ആയതിനു ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തപ്പോൾ അവർ ഓക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അക്കൗണ്ട് ലെവലിൽ മാനുവലി അവർ L1 L3 ആണ്, ഈ ഒരു സ്മാർട്ട് ഫോൺ L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിക്ക് ആക്കിയതിന് ശേഷം ആ ഒരു അക്കൗണ്ടിൽ ഫുൾ HD അല്ലെങ്കിൽ HD കോണ്ടന്റുകൾ കാണാനായിട്ട് പറ്റി. സോ ഓൾമോസ്റ്റ് റീസെൻ്റ് ആയിട്ട് ഇറങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ സ്മാർട്ട് ഫോണുകളും L1 ആക്ച്വലി എലിജിബിൾ ആണ്. പക്ഷേ ഈ ടെസ്റ്റുകളൊന്നും പോകാത്തത് കൊണ്ടാണ് പലപ്പോഴും L3യിൽ വന്ന് നിൽക്കുന്നത്. സോ വൈഡ്വൈനെ പറ്റി നിങ്ങൾക്കുണ്ടായ സംശയങ്ങളെല്ലാം ഈ വീഡിയോ കണ്ടതോടുകൂടി ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആയി എങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.